ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് വന്നത് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കാണാം അല്ലേ. 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ട് നല്ലപോലെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ച ആ ചെമ്മീനില്ലേ, അതിട്ടിട്ട് ഈ മസാല ആ ചെമ്മീത്തിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എൻ്റെ ചെമ്മീൻ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ചെമ്മീനില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെമ്മീൻ മുഴുവനായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ചെമ്മീത്തിൻ്റെ മേലെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അധികം മുരിഞ്ഞൊന്നും വരണ്ട, ഒരു 1/4 ഭാഗം മുരിഞ്ഞ് വെന്ത് വന്നാൽ മതി. പിന്നെ നമുക്കത് റോസ്റ്റിൽ വെന്ത് വരാനുണ്ട് കേട്ടോ നമ്മുടെ മസാലയിൽ. അപ്പോൾ ഇപ്പം നമ്മളുടെ ചെമ്മീൻ നന്നായിട്ട് തന്നെ കണ്ടില്ലേ, ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്, മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ആ മസാലയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു തവ അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ പൊരിച്ച ആ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2 സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ല പോലെ തന്നെ ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള നല്ല പോലെ തന്നെ മുരിഞ്ഞ് വരട്ടെ കേട്ടോ. നമ്മളെ സവാള നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു 6 പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് മുരിച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ വാടി വരണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ കൂടി വാടി വന്നിട്ടുണ്ട്, നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ തക്കാളിയുടെ ആയ വെള്ളവും പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്ന വരെ ഒന്ന് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സവാള തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ പരുവം ആവണം വരെ നമ്മളത് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 6 പച്ചമുളക് ഇട്ടത് കൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടത് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വന്ന് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. നമ്മുടെ മസാലയുടെ ടേസ്റ്റാണല്ലോ നമ്മളെ ചോറിന് ടേസ്റ്റ് തരണത്. അപ്പോൾ നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കണേ. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചായ ഇതില്ലേ ചെമ്മീൻ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളെ ചെമ്മീൻ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് നമുക്ക് വേവിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം കുറച്ചിങ്ങനെ തെളിച്ച് കൊടുക്കണുള്ളൂ, അല്ലാണ്ട് കുറേ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കണില്ല കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമ്മളെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി
യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. എൻ്റെ കറിയിൽ നന്നായിട്ട് തന്നെ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് ഈ ഗ്ലാസ് കണ്ട ഇതിൽ 2 പാത്രം അരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ ഞാനൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു വട്ടപ്പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 4 ഏലക്ക, കുറച്ച് പിന്നെ തക്കോലം, പിന്നൊരു കറുകയുടെ ഇല, പിന്നെ കുറച്ച് കറുകപ്പട്ട, പിന്നെ ഞാൻ കരയാമ്പൂ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് കുറച്ച് ഉപ്പ് ഇങ്ങനെ മുന്തി നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചോറിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് വരുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട്, വെള്ളം തിളക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനതിലേക്ക്. നമ്മളുടെ ചോറ് ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനില്ലേ ഒരു ക്യാരറ്റ് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ചോറ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ചോറ് നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചോറ് കോരി എടുക്കുന്നുണ്ട്. ഇപ്പം മുഴുവനായിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് ചോറിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാനില്ലേ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ സവാള നല്ല പോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ സവാളയുടെ കളറൊക്കെ മാറിക്കിട്ടും പഞ്ചസാര ഇട്ട് കൊടുത്താലേ. ഇപ്പോൾ കണ്ടില്ലേ നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റണം കേട്ടോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും ആയി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വേപ്പിലയും നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു വട്ടപ്പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ നെയ്യില്ലേ അത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചോറാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലപോലെ തന്നെ കുറച്ച് ചോറിട്ടിട്ട് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളുടെ ചെമ്മീത്തിൻ്റെ ആ മസാലയില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറിൻ്റെ മേലെ. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറുണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ച ആ ചോറും കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ നിരത്തി കൊടുക്കണം കേട്ടോ. അങ്ങനെ പരത്തി നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണേ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത്. അത് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ പച്ചയും ചുമപ്പയും ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതിവിടെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ചു കോരി വെച്ച സവാളയും
അണ്ടിപ്പരിപ്പ് മുന്തിരി വേപ്പിലയൊക്കെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ടീസ്പൂൺ ചെറിയ ടീസ്പൂണിൽ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതിയേ. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് അടച്ച് മൂടി ഞാനൊരു 15 മിനിറ്റ് ദമ്മിലിടുന്നുണ്ട് കേട്ടോ, വെയിറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെമ്മീനൊക്കെ എല്ലാവർക്കും നന്നായിട്ട് തന്നെ കിട്ടുന്ന സമയമല്ലേ. എല്ലാവരും വീട്ടിൽ ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.